നമസ്കാരം, ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തം നമ്മുടെ കേരളക്കരയെ ആകെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അങ്ങനെ നമ്മുടെ നാനാഭാഗങ്ങളിൽ നിന്ന് വലിയ സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നുള്ളത് കോട്ടയം ചുങ്കത്താണ്. ചുങ്കത്തെ ഒരു പിറന്നാൾ വയസ്സുകാരി, അല്ലെങ്കിൽ ഇന്ന് 11ാമത്തെ വയസ്സിലേക്ക് കിടക്കുന്ന ഭദ്ര ഷാൽ തന്റെ പിറന്നാൾ ദിനത്തിൽ കേക്ക് മേടിക്കാൻ മറ്റ് ആഘോഷങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന പൈസ വയനാട് ദുരിത ബാധിതർക്ക് വേണ്ടി കൊടുക്കുകയാണ്. നമുക്ക് ആ കൊച്ചു കൂട്ടുകാരോട് തന്നെ, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോട് തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. എടാ നമസ്കാരം, എങ്ങനെ പേരെങ്ങനെ? എന്റെ പേര് ഷാൽകുമാർ. എങ്ങനെയാണ് മോള്? മോള് അവളുടെ 11ാമത്തെ പിറന്നാളാണ് ഇന്ന്. അപ്പം ഞങ്ങള് എല്ലാ വർഷവും പിറന്നാളിന് ഏതെങ്കിലും മിക്കവാറും കഞ്ഞിക്കുഴി അൽട്രാസിലോ എവിടെയെങ്കിലും പോകും, ഒരു കേക്ക് മേടിച്ചോണ്ട് പോകും. അവിടെ ഒരു ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കുടുംബത്തോടെ ചെറിയൊരു അവിടെ വെച്ച് തന്നെ ആഘോഷിച്ചാണ് ചെയ്യുന്നത്. ഈ 3 പിള്ളേരാണ്. മൂത്തയാള് രുദ്ര, രണ്ടാമത്തെ ആള് ഭദ്ര, മൂന്നാമത്തേത് ബദ്രീനാഥ്. മൂത്തയാൾ 9ൽ പഠിക്കുന്നു, കൊച്ചു 6ല്, മൂന്നാമത്തെ ആൾ അംഗൻവാടിയിൽ. അപ്പം ഇത് വൈഫാണ് സൗമ്യശാല്. അപ്പം അങ്ങനെ ആഘോഷിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ ഈ കൊച്ച് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലോട്ട് എല്ലാവരും കാണുന്നു. അതുപോലെ ഇതുപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുള്ളപ്പം നമ്മളെന്തിനാ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? അപ്പൊ ആ പൈസ നമുക്ക് എന്റെ ഇത്തവണ മാറ്റി വെച്ചിരിക്കുന്ന പൈസ 32,000 രൂപ എല്ലാ വർഷവും ചെലവാകും അല്ല, അപ്പൊ ഇതിലോട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി. ഇങ്ങോട്ട് പറയുമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ ഇത് ആഘോഷിക്കണ്ട, നമുക്ക് കേക്ക് വാങ്ങിക്കുന്നു, ഈ ഫുഡ് കഴിക്കുന്ന പൈസ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിൽ കൊടുക്കാന്ന് പറയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ കളക്ടറേറ്റിൽ പോയത് കൊടുത്തത്. അപ്പം കുഞ്ഞ് ഇത് നേരത്തെ ഈ വാർത്തകളും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്? എല്ലാം കാണുന്നുണ്ടായിരുന്നു, എല്ലാം കാണും. കാരണം നമുക്ക് അതുപോലെ വേദനാജനകമായ കാര്യങ്ങളാണ് കാണുന്നത്. കാരണം അവിടെ ഇപ്പം നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, ഇത് അനുഭവിക്കാത്ത ആൾക്കാർക്ക്, നേരിട്ട് അനുഭവിക്കാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു വർഷം കൊണ്ടോ അല്ല ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒക്കെ സങ്കടം മാറും. പക്ഷേ ഇനി എത്ര ജന്മം എടുത്താലും ആ സങ്കടം മാറാതെ എത്രയോ ജനങ്ങൾ അവിടെയുണ്ട്. അത് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു ആഘോഷത്തിന് അവർക്ക് എന്നോട് കൊച്ചു പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് 2,000 രൂപ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് എന്താകാനാണെന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് ഒരു 6 പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് വെച്ചാൽ അതുകൊണ്ട് പറ്റുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലതെന്നാണ്, ഒരു പുണ്യപ്രവൃത്തി അല്ലേ എന്നാണ് നമ്മൾ ചോദിച്ചത്. അവളുടെ ഒരു മാതൃകയാണ്. അപ്പൊ എനിക്കത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ടൊരു വലിയൊരു സന്തോഷം തോന്നി. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ ആശയത്തിലേക്ക് വന്നത്? കൊടുക്കണം. ഞാൻ TV കണ്ടോണ്ടിരുന്നപ്പോ ഇങ്ങനെ ന്യൂസിനകത്ത് ഇങ്ങനെ ഒരു വാർത്ത കേട്ട്, വയനാട്ടിൽ ഇങ്ങനെ ദുരന്തം സംബന്ധിച്ച് എല്ലാരും ഈ വയനാട്ടിലുള്ളവരെ രക്ഷിക്കാൻ നോക്കുക. അന്നേരം ഞാനും അച്ഛയോട് പറഞ്ഞ അടുത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ അല്ലേ, അതിൻ്റെ ഉള്ള പൈസ നമുക്ക് ഇവർക്ക് ചെയ്യാം. അന്നേരം അച്ഛയാണ് പറഞ്ഞ ശരി കൊടുക്കാന്നൊക്കെ. ഇത് വാർത്തയൊക്കെ കണ്ടപ്പോ നല്ല വിഷമം തോന്നി. എങ്ങനെ മറ്റേ അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്നുള്ള ഒരു പിന്തുണ എങ്ങനെ ഉണ്ടായിരുന്നു ഇത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ? അമ്മ പറഞ്ഞു കൊടുത്തോളാം. അമ്മ അവരെ സങ്കടമൊക്കെ ഉണ്ട്, അമ്മ കരയെ വരച്ചിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഈ സങ്കടത്തിന്റെ ഇടയിൽ അവളുടെ ഒരു പ്രവൃത്തി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ സന്തോഷം തോന്നി. കാരണം നാളെ സമയത്ത് മറ്റുള്ള കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി മനസ്സിൽ. ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ കൊടുത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. കളക്ടറിനെ നേരിട്ട് കണ്ടു, ഫോട്ടോ എടുത്തു. അവിടെ അവര് ഫോട്ടോ എടുത്തു, അല്ലാതെ നമ്മളും ഫോട്ടോ എടുത്തു. നമ്മൾ നേരിട്ട് അവിടെ തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് അവിടെ കൊച്ചു പറഞ്ഞ കളക്ടറെ കാണണം. അപ്പൊ പുതിയ കളക്ടർ വന്നു എന്നൊക്കെ അറിഞ്ഞത്. ഇവരൊക്കെ എല്ലാം അറിയുന്നുണ്ടല്ലോ, ന്യൂസിലൂടെയും എല്ലാം അപ്ഡേറ്റ് ആകുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ കളക്ടർ ഒരു സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു, വിഘ്നേശ്വരി മാഡം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മാറിയെന്ന് പറഞ്ഞപ്പോ എന്നാൽ നേരിട്ട് പോയി കൊടുക്കാമെന്നിങ്ങനെ ആവശ്യപ്പെടുന്നു. ഞാനും വരാം എന്നിങ്ങനെ പറയായിരുന്നു. അങ്ങനെ കൊടുക്കുമായിരുന്നു. മറ്റു ജന്മദിനങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇച്ചിരിയും കൂടെ ഒരു കേക്കല്ല, ഒരു 10 കേക്കിന്റെ മധുരം ഞാൻ കൊണ്ട്. ഈ കുട്ടികൾക്ക് ഇതുപോലെയുള്ള കാര്യം പല കാര്യത്തിലും എല്ലാവരും ടീച്ചർമാരും ഒക്കെയാണ്. ഞങ്ങളിത് ടീച്ചർമാരോടൊന്നും പറഞ്ഞിട്ടില്ല. ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്, 5ാം ക്ലാസ്സിൽ. അവരോടൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ എല്ലാരും അറിയുമല്ലോ. അപ്പൊ ഏതായാലും കൊച്ച് ആളുടെ പേരിൽ തന്നെ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ.
അവളുടെ പേരിൽ തന്നെ റിസീപ്റ്റ് തന്നു. കാരണം അവർക്ക് വലിയ സന്തോഷമായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേന്. അവരും അത് തന്നെയാണ് പറയുന്നത്, അവിടുത്തെ സ്റ്റാഫും ഒക്കെ ആണെങ്കിലും പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ നമ്മള് കുഞ്ഞു കുട്ടികൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. കാരണം എല്ലാരും മാതൃകയാക്കി ഇതുപോലെ വരണം എന്നാണ് മുഖ്യമന്ത്രിയുടെ. നമ്മുടെ കൊടുക്കുന്ന തുകയിലല്ല തുകയിലല്ല കാര്യം, തുകയിലൊന്നും കാര്യമില്ല. ഇപ്പം ആ 1 രൂപ അല്ലെ 10 രൂപ കൊടുത്താൽ പോലും ആ ചെയ്ത കാര്യത്തിലാണ്. ഇപ്പൊ നമ്മള് കിട്ടുന്ന സമ്മാനത്തിന്റെ വലിപ്പമല്ല, ആ സ്ഥാനമാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത്. അതിനാണ് നമ്മുടെ വേദനകളൊക്കെ ഒരാഴ്ച കൊണ്ട് മാറും, പക്ഷെ അവരുടെ വേദന ഒരു ജന്മം കൊണ്ട് മാറില്ല. അതാണ് ഉറങ്ങിക്കിടക്കുന്ന ആള് പിറ്റേ ദിവസം ഇല്ല എന്ന് പറഞ്ഞൊരു സാഹചര്യമായിപ്പോയി. വലിയൊരു വേദനാജനകം. ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയതിൽ നമുക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ട്. എന്തായാലും ഇപ്പൊ ആഘോഷം ഈ വർഷം ആഘോഷങ്ങളൊന്നുമില്ല, എല്ലാം മാറ്റിവെച്ച് ആ ഫണ്ട് ഞങ്ങൾ അതിലോട്ട് കൊടുത്തു. എന്താണ് എന്തെങ്കിലും സമ്മാനങ്ങളോ എന്തെങ്കിലും കൊടുത്തോ കുഞ്ഞിന് ഒന്നും കൊടുത്തില്ല, ഒന്നുമില്ല. എല്ലാ പ്രാവശ്യം 1000-800 രൂപയുടെ ഒരു കേക്ക് വാങ്ങിക്കും, ഒരു 1200 രൂപയുടെ ഫുഡ് വെക്കും. അതാണ് 2000 രൂപ ഞങ്ങളുടെ ബഡ്ജറ്റ്. 3 പേർക്കും ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്. അപ്പൊ അത് അവളുടെ ആഗ്രഹപ്രകാരം പറഞ്ഞപ്പോ അവരും എല്ലാം. മൂത്തയാളാണ് ഏറ്റവും കൂടുതൽ ആള് സ്കൂളിൽ പോയി. മൂത്തയാൾക്കും വലിയ സന്തോഷമാണ്. മൂത്തയാള് രുദ്രാക്ഷാല് സന്തോഷം. മൂന്നാമത്തെ ആൾക്ക് 3 വയസ്സായതേ ഉള്ളൂ. ഇവരെല്ലാം ഈ വാർത്തകളെല്ലാം എല്ലാ ദിവസവും കാണുന്നത് രാവിലെ തുറക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ TV ഓപ്പൺ ആക്കും. TV വെച്ച് ആ ന്യൂസ് കണ്ട് മരണസംഖ്യ എത്രയാണ്, ആരെങ്കിലും കിട്ടിയോ. ഇതിനു മുമ്പ് മറ്റേ അർജുന്റെ കേസ് ആയിരുന്നപ്പോൾ ഇത് തന്നെയായിരുന്നു. അതുപോലെ അർജുനന്റെ കേസ് ഇതിൽ മുങ്ങിപ്പോയോ എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയും, എല്ലാ കാര്യങ്ങളും പറയും. അപ്ഡേഷൻ അന്നേരെ കാര്യങ്ങളൊക്കെ അറിയുന്നു. അതിനെക്കുറിച്ച് കണ്ട് ഇപ്പൊ ഒളിമ്പിക്കിന്റെ ഇതൊക്കെ കണ്ടേച്ചാണ് സ്കൂളിലോട്ട് പോകുള്ളൂ. കാരണം ആ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ അവർക്ക് പറയാനുള്ള ഒരു രീതിയിലോട്ടേ പോവുള്ളൂ. കാരണം ഇപ്പൊ അപ്ഡേറ്റ് മീഡിയാസിന്റെ ഒക്കെ ചോദ്യങ്ങളൊക്കെ ക്ലാസ്സിൽ ചോദിക്കുമല്ലോ, അങ്ങനെയൊക്കെ പോകത്തുള്ളൂ. ഇങ്ങനെയാണ് കാര്യങ്ങള്. നമുക്ക് ഇനി എന്താ വലുതാകുമ്പോ എന്തൊക്കെ ആവണം എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്? എന്താണ് എനിക്ക് വലുതാകുമ്പോ IPS ആണ്. IPS? അതെന്താ എവിടുന്നേലും പ്രചോദനം വല്ല കിട്ടിയാണോ? അല്ല, എനിക്ക് ആൾക്കാരെ രക്ഷിക്കണം, തെറ്റ് ചെയ്യുന്നവരെയൊക്കെ ശിക്ഷിക്കണം. അങ്ങനെയാണ്. അങ്ങനെ. അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ നമ്മുടെ വേറെ കുട്ടികളെ കാണുന്നുണ്ട്, അപ്പൊ അവരോട് എന്താണ് നമുക്ക് പറയാനായിട്ടുള്ളത്? അവരൊക്കെ നല്ല ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുപോലത്തെ അവരൊക്കെ കണ്ടപ്പോൾ എത്രയോ പിള്ളേർ അച്ഛനും അമ്മയൊക്കെ ഇല്ലാത്ത എത്രയോ ആൾക്കാർ, പിള്ളേരും ഇല്ലാത്തവർ. അങ്ങനെ എനിക്ക് സങ്കടം വന്നു. അന്നേരം മറ്റു കുട്ടികളോട് എന്ത് പറയാനുള്ളത്? മറ്റേ നമ്മുടെ ഇനിയും സഹായം എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഒത്തിരി കുട്ടികൾ കാണും, അപ്പൊ ആ കുട്ടികളോടൊക്കെ നമുക്ക് എന്താ പറയാനായിട്ടുള്ളത്? എല്ലാവരും എന്നെപ്പോലെ ഇങ്ങനെ പൈസയോ അതിനാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് അതെനിക്ക് പറയാം. എന്തായാലും സന്തോഷം ഈ ഒരു ബർത്ത്ഡേ ദിനത്തിൽ. എന്താണ് ഇനിയിപ്പോ ഒന്നുമില്ല. ഇനിയിപ്പോ എന്റെ അമ്മ വൈസ്കര ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അമ്മയുടെ അടുത്തൊന്ന് വൈകുന്നേരം കൊച്ചിനെ കൊണ്ടുപോകണം. ഉച്ച കഴിഞ്ഞ് അവിടം വരെ പോകും. അതുകൊണ്ട് ഇന്നത്തെ ബർത്ത്ഡേ പ്രവൃത്തി വളരെ സന്തോഷം, വളരെയേറെ സന്തോഷമായി. കാരണം ഈ 11 വർഷമായിട്ട് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ബർത്ത്ഡേ ആയി മാറിയിരിക്കുകയാണ്. കാരണം അത് ഈ സാഹചര്യം ഉണ്ടായി, അതിന് സഹായിക്കാൻ പറ്റിയില്ലല്ല. അവരുടെ വേദന കണ്ട് നമ്മുടെ ആഘോഷങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി വെക്കുക. കാരണം നമ്മൾ ഇതിനെ ആഘോഷിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്റെ അമ്മയാണെങ്കിൽ പോലും ഇന്നലെ പറഞ്ഞത്, എടാ ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോഴത്തേന് നല്ലൊരു ഫോട്ടോ പോലും ഇടരുതെന്നാണ് അമ്മ സൂചിപ്പിച്ചത്. കാരണം നമ്മുടെ സാഹചര്യം അതാണ്, നമ്മളിപ്പോ അതിജീവിക്കുന്ന ഈ സമയം അതാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിൽ ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ ഒരു പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മിക്ക ആളുകളും കളക്ഷൻ വരാറുണ്ട്. വരുന്നവരെ ഒന്നും നമ്മൾ നിരാശപ്പെടുത്താറില്ല. ഈ ദുരിതാശ്വാസ ഫണ്ടുമായിട്ട് വരുന്നവർക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഇത് കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ കോട്ടയം ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ. വ്യാപാരി വ്യവസായ സമിതിയുടെ കോട്ടയം ഏരിയയിലെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഈ ചുങ്കം യൂണിറ്റ് സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ ഇവിടെ ഒരു 100 കടക്കാർ കളക്ട് ചെയ്ത് അത് ഒരു 22,000 രൂപ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ സലീമിക്ക് ഏറ്റുവാങ്ങി. അത് സംസ്ഥാന രീതിയിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലെ എല്ലാ യൂണിറ്റിൽ നിന്നും വന്ന് ഒന്നിച്ച് പോകും. അതിലുമൊക്കെ പാകപാത്രമാകാൻ നമുക്ക് പറ്റി. ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു പിറന്നാൾ ദിനത്തിൽ വലിയൊരു സന്തോഷം കാണാം. അവർക്ക് കേക്കോ അല്ലെങ്കിൽ മറ്റു ആഘോഷങ്ങളെക്കാട്ടിൽ വലിയൊരു മധുരമാണ് ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ആ കുട്ടി അല്ലെങ്കിൽ ആ കുഞ്ഞ് രുദ്ര 11 വയസ്സാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് തൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന 2000 രൂപയാണ് കളക്ടർക്ക് നേരിട്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ മാതൃകയായി വരട്ടെ. ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നല്ല നല്ല